Patriot, a class act with a strong performance of multi-star with a grand scale. അതാണ് പാട്രോയിറ്റിനെ കുറിച്ചിട്ട് ഒറ്റ വാചകത്തിൽ പറയാൻ പറ്റുന്നത്. പിന്നെ ഞാൻ പറയട്ടെ, ഇതിനെ ഫാനിസം നിങ്ങൾ മാറ്റി വെച്ചിട്ട് തന്നെ ഈ പടത്തിനെ സമീപിക്കണം. ഫാനിസം തലയ്ക്ക് പിടിച്ചിട്ട് നിങ്ങൾ ഇന്ന ഫാൻ എന്റെ ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനെ ആ ഒരു പൂർണ്ണമായി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. പിന്നെ ഇതിന് പ്രൊമോഷന്റെ ഭാഗമായിട്ടും ഇതിന്റെ ക്രിയേറ്റേഴ്സ് ആണെങ്കിലും മമ്മൂക്ക ആണെങ്കിലും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇതിന് കണ്ടന്റ് ആണ് ഇതിന്റെ ഹീറോ. അത് തന്നെയാണ് ഞാനും പറയാനുള്ളത്. ഇതിൽ കണ്ടന്റ് തന്നെയാണ് ഇതിന്റെ ഹീറോ. ഒപ്പം ഈ ഗ്രാൻഡ് സ്കെയില് ആണ് ഇതിന്റെ ഡിഫറൻസസ്. പിന്നെ മൾട്ടി സ്റ്റാർ ആയിട്ടുള്ള ഒരു കൂട്ടം കോംബോ, അതാണ് ഇതിന്റെ ഡിഫറൻസ്. ഇതിലത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ സ്ട്രോങ്ലി റെലവെന്റ് ഉള്ള, സോഷ്യലി അപ്ലിക്കബിൾ ആയിട്ടുള്ള വളരെ സ്ട്രോങ് മെസ്സേജ്. അത് നിങ്ങൾ പല സിനിമകളിലും പല കാര്യങ്ങളിലും കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൽ കുറേയും കൂടി ഡീപ്പായിട്ട് കുറേയും കൂടി അതിനെ ഡീറ്റെയിൽ ചെയ്ത് വിശകലനം ചെയ്യുകയാണ്. അത് വെറും ഒരു ക്ലാസ് ആയിട്ടല്ല അവരെടുത്തേക്കണത്. ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുകയല്ല ചെയ്യണത്. അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരണോടൊപ്പം അത്യാവശ്യം നല്ലൊരു കൊമേഴ്ഷ്യൽ വാല്യൂസും കൂടി കീപ്പ് ചെയ്തിട്ട് ഒരു വളരെ സ്റ്റാൻഡേർഡ് മേക്കിങ്ങിൽ റിയലിസ്റ്റിക് അപ്രോച്ചിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് മഹേഷ് നാരായണൻ മൂവി. അല്ലാണ്ട് ഇത് മമ്മൂക്ക മൂവി, ലാലട്ടൻ മൂവി എന്ന രീതിയിൽ നിങ്ങൾ സമീപിക്കാനായിട്ട് വരി ഇതിനൊരു മഹേഷ് നാരായണ സിനിമയായിട്ട് നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോർമൽ ഓഡിയൻസിനായാലും ആരായാലും ശരി ഈ പടത്തിന്റെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബോറടിപ്പിക്കുന്ന ഒരു സിനിമയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് പലതരത്തിൽ ഇത് പല കാര്യങ്ങൾ എന്റർടൈൻ ചെയ്യാം. സ്ട്രോങ് മെസ്സേജ് എന്ന രീതിയിൽ, മൾട്ടി സ്റ്റാറിന് എന്ന രീതിയിൽ, കാസ്റ്റ് അല്ലെങ്കിൽ ഇതിലത്തെ ആ ഗ്രാൻഡ് സ്കെയില്, വലിയ വിഷ്വൽ എന്ന രീതിയിൽ സമീപിക്കുകയാണെങ്കിലും ഇതിൽ നിങ്ങൾക്ക് സംതൃപ്തി കിട്ടാനുള്ള കുറെ ഘടകങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതിൽ ഹൗ യു അപ്രോച്ച് പാട്രിയോറ്റ് വളരെ മാറ്ററാണ്. നിങ്ങൾ ഇതിനൊരു കൊമേഴ്ഷ്യൽ പോറ്റ് ബോയിലർ, ഒരു എന്താ പറയുക 2020 പോലത്തെ കുറെ കാസ്റ്റുള്ള ഒരു അടി പടം എന്ന രീതിയിൽ, ഒരു ഫൺ മോഡ് എന്ന രീതിയിൽ, ഫൺ എന്റർടൈനർ എന്ന രീതിയിൽ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നിരാശയായിരിക്കും. നിരാശ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾ ഇതിനെ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചിലുള്ള, ഒരു ക്ലാസ് പെർഫോമൻസ് ഉള്ള, ക്ലാസ് ആക്ട് ഉള്ള, സ്ട്രോങ് കണ്ടന്റ് ഡ്രിവൻ മെസ്സേജ് ഉള്ള ഒരു പടമായിട്ട് നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ വരും. ഇതില് ഇനി പെർഫോമൻസ് കുറിച്ച് പറയാനാണെങ്കിൽ മമ്മൂക്കയാണ് ഇതിൽ മെയിൻ ലീഡ് റോള്. മമ്മൂക്കയുടെ ഒപ്പം സ്ട്രോങ് സപ്പോർട്ടിംഗ് റോളിലാണ് ലാലേട്ടനായാലും ശരി, ചാക്കോച്ചനായാലും ശരി, ഫഹദ് ഫാസിലായാലും ശരി, എല്ലാവരും വരുന്നത്. പിന്നെ ഇതിൽ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കുറെ കഥാപാത്രങ്ങളുണ്ട്. നയൻതാരയ്ക്ക് സീൻസുകൾ കുറവാണെങ്കിൽ ഉള്ളത് ഇമ്പാക്ട്ഫുൾ ആണ്. രേവതിക്കും സീൻസ് കുറവാണ്, പക്ഷെ ഇവരൊക്കെ നീറ്റ് ആയിട്ടാണ് അവിടെ റോൾ കൈകാര്യം ചെയ്തേക്കുന്നത്. മെച്യൂരിറ്റി കീപ്പ് ചെയ്തിട്ട്, അവരുടെ എക്സ്പീരിയൻസ് കീപ്പ് ചെയ്തിട്ടുള്ള പെർഫോമൻസ്. രാജീവ് മേനോനായാലും ശരി ഒരു കുഴപ്പമില്ലാത്ത ക്യാരക്ടറാണ്. പിന്നെ ഇതിൽ ഓരോ സീനിൽ വന്നു പോകുന്ന ഇന്ദ്രൻസ് ആയാലും ശരി, ഗ്രേസ് ആന്റണി ആയാലും ശരി, ഒക്കെ ഷഹീൻ സിദ്ദിഖ് ആയാലും ശരി, ഇവരൊക്കെ ഇവരുടെ റോളിനോട് ജസ്റ്റിഫൈഡ് ആണ്. അത് ഇതിൽ അപ്രോച്ച് അങ്ങനെയാണ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. അവരതിനെ നീറ്റായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് നിങ്ങൾ എന്താ പറയുക ഭയങ്കര എന്താ പറയുക അനിരുദ്ധ് പോലത്തെ BGM അല്ല നിങ്ങൾ ഇതിൽ പിന്നെ പ്രതീക്ഷിക്കേണ്ടത്. ഒരു ക്ലാസ് പടത്തിന് വേണ്ട BGM കൊടുത്തിട്ടുണ്ട്. അതിൽ ഹൈ മൊമെന്റുകൾക്ക് നമ്മൾ പറഞ്ഞില്ലേ കോരിത്തെരിപ്പിക്കുന്ന BGMകൾക്ക് ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇതിലേക്ക് വേണ്ട എഫക്റ്റീവ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആയിട്ടുള്ള BGM സുഷിൻ ശ്യാം ഉപയോഗിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ ക്രൂ ആൻഡ് സിനിമാറ്റോഗ്രാഫി ആയാലും എല്ലാ ക്രൂവും ടോപ്പാണ്. VFX ഏരിയാസ് ഒക്കെ അത്യാവശ്യം ഗ്രാൻഡ് ആയിട്ട് ടോപ്പ് നോട്ട്സ് ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതിനുള്ള കുറെ രംഗങ്ങൾ പടത്തിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഗ്രാൻഡ് സ്കെയിലുള്ള കുറെ രംഗങ്ങളുണ്ട്. ചേസ് സീക്വൻസ്, ഫ്ലൈറ്റിലെ സീക്വൻസ്, ജെറ്റ് വിമാനം, അങ്ങനെ സംഭവങ്ങൾ ഇതിൽ കുറെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞില്ലേ മൾട്ടി സ്റ്റാർ ലാലേട്ടനെയും മമ്മൂക്കിനെയും കുറെ കാലത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഓരോ സീനുകളും എൻജോയബിൾ ആണ്. സന്തോഷമാണ് കൂടുതൽ തരുന്നത് അവരുടെ സീനുകൾ. ലാലേട്ടനെ ഇതില് എന്താ പറയാ പഞ്ച്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പഞ്ച് തരുന്ന നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് ഉള്ളത്. സ്ട്രോങ് റോളുകൾ, ക്രൂഷ്യൽ സമയത്ത് വന്ന് പോകുന്ന ക്രൂഷ്യൽ റോളുകൾ, ആക്ഷനൊക്കെ പഞ്ചാണ്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. മമ്മൂക്കിയാണെങ്കിൽ ശരി നല്ല അത്യാവശ്യം തന്നെ നീറ്റായിട്ട് ത്രൂ ഔട്ട് ആ എനർജറ്റിക് ആയിട്ടുള്ള റോൾ ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചൻ, ഫഹദ്, എല്ലാവരും അവരുടെ റോളുകൾ ഒരു നല്ല രീതിയിൽ ഒരു കൊമേഴ്ഷ്യൽ വിത്ത് ക്ലാസ് മൂവിക്ക് വേണ്ട പെർഫോമൻസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇതിന് നിങ്ങൾ മസാല പടമായിട്ട് ദയവ് ചെയ്ത് തിയേറ്ററിലേക്ക് പോകരുത്. ഇതൊരു റിയലിസ്റ്റിക് മൂവിയാണ്, കണ്ടന്റ് ഡ്രിവൻ മൂവിയാണ്, ഒരു സ്പൈ, ഒരു ഇന്റർനാഷണൽ എസ്പിയോനേജ് ത്രില്ലർ എന്നൊക്കെ പറയും. ആ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു മലയാളത്തിൽ നിന്നുള്ള ഗ്രാൻഡ് സ്കെയിൽ എന്താ പറയുക പ്രസന്റേഷൻ ആണ് പാട്രിയോറ്റ്. ആ രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഹൈയാണ്. നിങ്ങൾ ഈ പടം കാണുക, നിങ്ങൾക്ക് അഭിപ്രായം, നിങ്ങൾ എന്ത് തന്നെ അഭിപ്രായം ആയാലും നിങ്ങൾ എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.